ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് റൈഡേഴ്സ്. ഞാനിപ്പോഴുള്ളത് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ കാഴ്ച. ഞാൻ മുമ്പ് കാണിച്ചിരുന്നത് ഇത് പുതുക്കി പണിത ശേഷമുള്ള എയർപോർട്ട്. ഇപ്പൊ സമയം വൈകുന്നേരം രാത്രി 6:30 മണി. ഇവിടെ 5:30 മണിക്ക് തന്നെ ഹൈദരാബാദിൽ ഇപ്പൊ ഇരുട്ടാവും. അപ്പൊ ഞാന് മുമ്പ് ബസ്സിന് വന്ന എപ്പിസോഡ് മുമ്പ് ഞാൻ കാണിച്ചിരുന്നു. അപ്പൊ നമ്മളെ ട്രോളിയിൽ നമ്മളെ ലഗേജ് ഒരു ബാഗുള്ളൂ എൻ്റെ അടുത്ത്. അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ലഗേജ് ഞാൻ സ്വന്തം തന്നെയാണ് ബോർഡിംഗ് പാസ് എടുത്തിട്ട് കൊടുക്കാനുള്ള ഉദ്ദേശം. ഇവിടുത്തെ സീലിംഗ് ഒക്കെ കണ്ടോളൂ, നല്ല അടിപൊളി, നല്ല ലൈറ്റ് ഇങ്ങനെ മാറി 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 വരുന്നുണ്ട്. ഒരു ഇലയുടെ മോഡലിലുള്ള പച്ച, പിന്നെ പിങ്ക്, പിന്നെ ഗ്രീന്, നല്ല സൂപ്പർ ആയിരിക്കുന്നത്. ഈ എയർപോർട്ടിന്റെ ചരിത്ര കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഏതായാലും ഇതൊക്കെ ഒന്ന് കാണി. നല്ല അടിപൊളി ലുക്കാണ് ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. ബോർഡിംഗ് പാസ് ഒക്കെ നമുക്ക് ഇവിടെ സ്വന്തം എടുക്കാം. ഞാൻ ബോർഡിംഗ് പാസ് ഒക്കെ സ്വന്തം തന്നെ മെഷീനിൽ എടുത്തിട്ടുള്ളത്. പിന്നെ ലഗേജ് നമുക്ക് കൗണ്ടറിൽ കൊടുക്കണമെന്നില്ല. അവിടെ ഒരു ലഗേജിന്റെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പൊ ആ ലഗേജ് സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സ്വന്തമായിട്ട് തന്നെ അവിടെ ലേബർമാരുണ്ടാവും. അവരടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റിക്കർ അടിച്ചിട്ട് തരും. കുറച്ച് മിലിറ്ററി ആൾക്കാരൊക്കെ അവിടെ ഡ്യൂട്ടിക്ക് ഉള്ളവരാവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ എയർപോർട്ട് ഒന്ന് കറങ്ങി കാണാം. ഇവിടെ ഒരു ലോഞ്ച് ഉണ്ട്. ലാസ്റ്റ് ഇനി ലോഞ്ചിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും വേണം, ഡിന്നർ. ഈ എയർപോർട്ടിന്റെ കോഡ് HYD ആണ്. ഓരോ എയർപോർട്ടിനും ഓരോ കോഡുണ്ട്. അതായത് അതാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇതിന് പറയാ. നമ്മൾ സെക്കന്ദരാബാദിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദില് പിന്നെ ഏക സിവിലിയൻ വിമാനത്താവളമാണ് ഇത്. പിന്നെ 2008 മാർച്ചിലായിരുന്നു ഇത് തുറന്നത്. പിന്നെ 2015 ഡിസംബറിൽ ഇതിലെ ബോർഡിംഗ് സൗകര്യം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവള ആയിരുന്നു. ഇവിടെ കറാച്ചി ബേക്കറിയിൽ ഞാൻ കുറച്ച് ബേക്കറി സാധനമൊക്കെ വാങ്ങിക്കുന്നു. 2015 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആഭ്യന്തര ബോർഡിംഗ് അപ്പോഴാണ് ലഭിച്ചത്. പിന്നെ 2020 ഒക്ടോബറിലാണ് അന്താരാഷ്ട്ര ബോർഡിംഗ് സൗകര്യം ഇവിടെ ലഭിച്ചത്. പിന്നെ 2024 മുതൽ ഏപ്രിൽ മുതൽ 2025 ഏപ്രിൽ വരെ 29 ദശലക്ഷത്തിലധികം യാത്രക്കാരെയും കൊണ്ടാണ് ഇവരും ഇതിലെ ഈ ഒരു എയർപോർട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശംഷാബാദ് എന്ന് പറയും, അതാണ് ഈ എയർപോർട്ട് നിൽക്കുന്ന സ്ഥലത്തിന് പറയുന്ന സ്ഥലം. 2008 മാർച്ച് 23 ഇതിന്റെ മുമ്പ് ഉദ്ഘാടനം ചെയ്ത്, പിന്നെ ഇത് പല സമയത്തും ഇത് പിന്നെ ഡെക്കറേഷൻ ചെയ്തിട്ട് റിന്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത് അത്യാവശ്യം നന്നായി ഉഷാറായിട്ടുണ്ട്. 5 കൊല്ലം മുമ്പ് വന്നതിനെക്കാട്ടൊക്കെ എത്രയോ ഉഷാറായിട്ടുണ്ട് ഇപ്പത്തെ ഈ ഒരു സമയം. ഏതായാലും ഹൈദരാബാദിൽ നിന്ന് പൊതുവെ ടിക്കറ്റ് ചാർജ് കുറവാണ്. കാലിക്കറ്റിലേക്ക് ഉള്ളത് ചെറിയ പിന്നെ സീറ്റുള്ള വിമാനമാണ്. എനിക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. അപ്പൊ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എയർപോർട്ട് ലോഞ്ചാണ് ഉപയോഗിക്കാറുള്ളത്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇപ്പൊ ലിഫ്റ്റിൽ കയറിയിരിക്കുന്നത്. എങ്ങനെയാണ് അത് ഭക്ഷണം ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ളത്. നമ്മളെ ഓരോ ബാങ്കും നമുക്ക് ഓരോ മോഡലിലുള്ളത്. അപ്പൊ ബാങ്കിന്റെ നമ്മളെ ATM കാർഡ് അവിടെ സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് 2 രൂപ കുറയും. നമുക്ക് ലോഞ്ചിൽ ഇരുന്നിച്ച് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പൊ ഇതാണ് ലോഞ്ചിന്റെ ഭാഗത്ത്. അപ്പൊ ഇത് ഏറ്റവും താഴെ ഫ്ലോറിലാണ് ഈ സംഭവം ഉള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ലോഞ്ച്, എൻകാം ലോഞ്ച് എന്നതിന്റെ പേര്. ഇത് പല എയർപോർട്ടുകളിലുണ്ട്. ഡൽഹി ഉണ്ട്, പിന്നെ ഗോവ ഉണ്ട്, ഹൈദരാബാദ്. മുമ്പ് ഇതല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനിപ്പോ ഇതിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മുടെ ബോർഡിംഗ് പാസ് കൊടുത്തിട്ട് ഞാനത് സ്വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് വീഡിയോ എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര്. അപ്പൊ ചെറുമട്ടത്തിൽ ഞാൻ അങ്ങനെ എടുക്കുന്നുണ്ട്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം. ഇപ്പൊ ഡിന്നർ ഐറ്റംസ് ഉള്ളത് ചപ്പാത്തി, പനീർ കറി, പിന്നെ ഫ്രൂട്ട്സുകള്, പായസം,
ഒക്കെ ഉള്ള സംഭവമാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണം ഇവിടെ ഒരു ഫ്രീ ആയിട്ട് റെസ്റ്റ് എടുക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ റെസ്റ്റ് എടുക്കാം. പിന്നെ റൈസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതിന്റെ സീലിംഗ് ആണ്, നല്ല സൂപ്പർ ലുക്കാണ്. എൻകാം ലോഞ്ച് ഡൽഹിയിലും ഉണ്ട് അതിൻ്റെ തന്നെ. അപ്പോൾ ഇവിടെ പായസമൊക്കെ തീർന്നു നിൽക്കുന്നത്. സാമ്പാറുണ്ട്, ഇത് വേറൊരു സാധനം, പനീർ കറി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ റൈസ് ഉണ്ട്. അപ്പം ഇതിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം. ബോർഡിംഗ് പാസ് യാത്രൻ്റെ 3 മണിക്കൂർ മുമ്പുള്ള ഇതിലേക്ക് കയറാൻ പറ്റുക. അതിലധികം അതിൻ്റെ മുമ്പ് ഇതിൽ കയറി 4-5 മണിക്കൂർ മുമ്പൊന്നും കയറി ഇരിക്കാൻ പറ്റില്ല. പിന്നെ ജ്യൂസുകളുണ്ട്, പിന്നെ സലാഡുകളുണ്ട്, അങ്ങനത്തെ പല ഐറ്റംസും ഇതിൻ്റെ അകത്തുണ്ട്. ഇവരെ അത് ഓരോ ലോഞ്ചും ഓരോ മോഡലാണ്. ബാംഗ്ലൂർ നല്ല സൂപ്പറാണ്. മുമ്പ് ഞാൻ എൻ്റെ ബാംഗ്ലൂർ ലോഞ്ചിൻ്റെ ഇത് കാണിച്ചിരുന്നു ഞാൻ. അതുപോലെ ബോംബെ ഉള്ളത് അദാനി ഗ്രൂപ്പുകാരത്, അതും നല്ല സൂപ്പർ തന്നെയാണ്. പിന്നെ ഇവിടെ ജ്യൂസോ കാര്യങ്ങളുണ്ട്, ടീ ഉണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. അത്യാവശ്യം ഞാൻ നല്ലവണ്ണം കഴിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി രാത്രി പിന്നെ വീട്ടിലെത്തിയിട്ട് ഇനി കഴിക്കണ്ടല്ലോ. അപ്പം നല്ല അടിപൊളി സംഭവം. അപ്പം ഹൈദരാബാദ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ലോഞ്ചിൽ കയറണം. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഉൾഭാഗം. നല്ല അത്യാവശ്യം തിരക്ക് നല്ലോണം ഉണ്ട്. ഇപ്പൊ ഇത് ഒരു എയർപോർട്ടുകളൊക്കെ ഒരു കാണാത്ത സ്ഥലത്താണ് ഇപ്പൊ ഇവർ കൂടുതലും വെക്കുന്നത്. കാരണം ഇപ്പൊ അത്യാവശ്യം എല്ലാവരും യൂട്യൂബർമാരൊക്കെ പോയി ഇങ്ങനത്തെ സംഭവം ഉണ്ടാകുന്നുണ്ട്. പണ്ടൊന്നും ഇത് വലിയ തിരക്കില്ലായിരുന്നു. ഞാൻ കുറെ കാലം മുമ്പ് തന്നെ ഇത് ഉപയോഗിക്കണിക്കുന്നത്. മുമ്പ് ഞാൻ ജർമ്മനിയിൽ പോയ സമയത്ത് ജർമ്മനിയിലെ നമ്മളെ നാട്ടിലെ ബാങ്കിന്റെ കാർഡ് കൊണ്ട് തന്നെ ജർമ്മനിയിൽ ഞാൻ യൂസ് ചെയ്തിരുന്നു. അവിടെ അത്രയധികം തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ അകത്തെ കാഴ്ചകൾ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലവും കാര്യങ്ങളും അതുണ്ട്. പിന്നെ ടോയ്ലറ്റ് കാര്യങ്ങൾ അത് നല്ല വിശാലമായിട്ടുള്ളുണ്ട്. ഇതാണ് അതിന്റെ. ഇപ്പൊ ഇത് ഗ്രൗണ്ട് ഫ്ലോറിലല്ല, ഇത് ഏറ്റവും താഴെ ഫ്ലോറിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. അവനോട് അന്വേഷിച്ചാൽ മതി, എവിടെ ലോഞ്ച് എവിടെയെന്ന് അന്വേഷിച്ചാൽ മതി. അപ്പൊ ആരും കാണിച്ചു തരും ലോഞ്ച് ഇന്ന സ്ഥലത്താണെന്ന്. അപ്പൊ എൻകാം ലോഞ്ചിന്ന് ഞാൻ ഇനി പുറത്തേക്ക് കിടക്കുകയാണ്. അത്യാവശ്യം നല്ലോണം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ പൊതുവെ ലോഞ്ചിൽ കയറി കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും സ്ലോയിൽ അങ്ങനെ കുറച്ചായിട്ട് അങ്ങനെ കഴിച്ച് ഇരിക്കലാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഞാൻ നേരെ എൻ്റെ ഗേറ്റിലേക്ക് പോവാണ്. ഇതിന്റെ മുകളിലാണ് എൻ്റെ ഗേറ്റ് ഉള്ളത്. അപ്പൊ അങ്ങോട്ടേക്ക് പോവാണ്. ഇനി നേരെ ഫ്ലൈറ്റിൽ കയറണം. എന്നിട്ട് പിന്നെ നേരെ കാലിക്കറ്റ് ഇറങ്ങണം. കാലിക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 മണിക്കൂർ കൂടി ബൈ റോഡ് പോകണം. അപ്പൊ ഇതാണ് ഹൈദരാബാദ് എയർപോർട്ടിന്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ. ഇപ്പൊ സമയം 10:20 അയക്കുന്നു. 101 നമ്പർ ഗേറ്റിലാണ് നമ്മളുടെ എൻട്രി പുറത്തേക്ക് പോകുന്നത്. അവിടെ നമ്മളെ ബസ് വരിക. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഫ്ലൈറ്റ്. ഹൈദരാബാദിന് കാലിക്കറ്റിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്,
കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.